ഇത് റിവ്യൂ ബോംബിംഗ് ആണ്. അലയൻസ് സിനിമ നശിപ്പിക്കുകയാണ്. റിവ്യൂസ് അത് കേസെടുക്കണം. മലയാള സിനിമ അടിപൊളിയാണ് മച്ചാന്മാരെ. 2023 വൈറലാക്കിയതുപോലെ സിനിമകൾ റിലീസായ വർഷം. 100-150 210 സിനിമകൾ. അതിൽ പ്രൊഡ്യൂസറിന് ലാഭം ഉണ്ടാക്കിയത് വെറും 5 സിനിമകൾ. സിനിമയുടെ മൊത്തത്തിലുള്ള കാര്യമെടുത്താൽ ഈ വർഷം റിലീസായ പല ചിത്രങ്ങൾക്കും മുടക്കുമുതൽ പോയിട്ട് പോസ്റ്റർ ഒട്ടിച്ച പണം പോലും തിരികെ നേടാനായിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. കൊറോണ സമയത്ത് പ്രൊഡ്യൂസറെ പറ്റിച്ച് OTTക്ക് വേണ്ടി എടുത്ത ഷോർട്ട് ഫിലിമിൻ്റെ പോലും ക്വാളിറ്റി ഇല്ലാത്ത ചെറിയ പടക്കങ്ങൾ മുതൽ കൊത്ത ബോംബും ബാന്ദ്ര മിസൈലും വരെ. അച്ഛനൊരു വാഴ വെച്ചു, കഠിന കടോരം ഈ കണ്ടക്കടാഹം, നദികളിൽ സുന്ദരി യമുന, എൻ്റിക്കാക്കൊരു പ്രേമമുണ്ടായിരുന്നു. ഇങ്ങനെ വെറൈറ്റി പേരുകളിട്ട് പച്ചിലയും ദാരിദ്ര്യവും കാണിക്കുന്ന ഈ ഇൻഡസ്ട്രിയെ ഫാൻസ് പോലും പ്രകൃതി വുഡ് അഥവാ പെട്ടിക്കട വുഡെന്ന് വിളിച്ച് കളിയാക്കിയ അവസ്ഥ. മലയാള സിനിമ എവിടേക്കാണ് പോകണമെന്ന് ഒരു പിടിയില്ല. ഒരു സിനിമയ്ക്ക് എത്രത്തോളം തരം താഴാൻ പറ്റുമോ അതെല്ലാം ആയിട്ടുണ്ട് ഈ പടം. തീരെ ബോറെന്ന് പറഞ്ഞാൽ എന്തെന്ന് മനുഷ്യന്റെ സമയത്തിന് വിലയില്ല തീരെ തന്നെ. OTT കൊടുക്കേണ്ട പടമൊക്കെ കൊണ്ട് തിയേറ്ററിൽ ഇറക്കി അങ്ങനെ ഒരു കാശിനും കൊള്ളത്തില്ല. ഇത് ഒരാഴ്ച ഓടിയാലായി. സിനിമയ്ക്കെതിരെ ബോംബിംഗ്. മലയാള സിനിമയിൽ നിരൂപക മാഫിയയോ? ബോംബിംഗ് നടക്കുന്നത് തിയേറ്ററിനകത്താണ്. സിനിമകൾ ഇറങ്ങി എല്ലാം പൊട്ടുകയാണ്. ഇതിനെന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഇവർ ചിന്തിക്കേണ്ടത്. അതിന് പകരം അങ്ങനെയാണെങ്കിൽ സിനിമ ഇറക്കണ്ടെന്നേ. റൊമാൻറ്റിക് കോമഡി, ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ, മിസ്റ്ററി, ഹൊറർ, സർവൈവൽ ത്രില്ലർ. ഇന്ത്യയിലെ എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും റിലീസായ പടങ്ങളല്ല, ഫെബ്രുവരി മാസം മലയാളത്തിൽ നിന്നും മാത്രം റിലീസായ പടങ്ങളുടെ ജേണറുകളാണിത്. സൂപ്പർ സ്റ്റാറോ ബിഗ് ബഡ്ജറ്റോ ഒന്നുമല്ല, ഒരു സിമ്പിൾ ലവ് സ്റ്റോറി. തുടക്കം മുതൽ അവസാനം വരെ പൊട്ടിച്ചിരിപ്പിച്ച പ്രേമലു 13-ാം ദിവസം 50 കോടി ക്ലബ്ബിൽ കയറി. അതോടെ മലയാളത്തിലെ 50 കോടി ക്ലബ്ബിൽ കയറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നായകനായിട്ട് നെസ്ലൻ മാറി. അന്യായ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് പടം തകർത്തോടിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ആഴ്ച വെറും 4 ക്യാരക്ടേഴ്സുമായിട്ടൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പെരിമെൻ്റൽ പടം വരുന്നു. ഈ സമയത്ത് ഇതൊക്കെ ആരെങ്കിലും തിയേറ്ററിൽ പോയി കാണുമെന്ന് ചോദിച്ചവർക്കുള്ള മറുപടി 11-ാം ദിവസം പടം 50 കോടി ക്ലബ്ബിൽ കയറി. കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. ഇതുവരെ കാണാത്ത തിയേറ്റർ എക്സ്പീരിയൻസിനായി കൊടുമൺ പോറ്റിയെ വീണ്ടും കാണാൻ ആളുകൾ ടിക്കറ്റ് എടുത്തു. അതെ, അതിലെ നായകൻ്റെ പേര് മമ്മൂട്ടി. ഇന്ത്യൻ സിനിമയിൽ 50 കോടി ക്ലബ്ബിൽ കയറുന്ന ആദ്യ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. മലയാള സിനിമയിൽ തുടർച്ചയായി 3 വർഷം 50 കോടി ക്ലബ്ബ് സ്വന്തമാക്കുന്ന നടൻ ഒരേ ഒരു മമ്മൂട്ടി. അങ്ങനെ പ്രേമയുഗം തിയേറ്ററുകൾ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചി മഞ്ഞുമൽ നിന്നും കുറച്ച് പിള്ളേര് ട്രിപ്പ് പോയ ഒരു യഥാർത്ഥ കഥയുമായി ഒരു പടം വരുന്നു. ഓരോ നിമിഷവും നെഞ്ചിടിപ്പിക്കുന്ന, നമ്മളെ എല്ലാവരെയും ഗുണ കേവനിൽ കൊണ്ടുപോയി ശ്വാസം മുട്ടിച്ച, മലയാളത്തിലെ ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും മികച്ച സർവൈവൽ ത്രില്ലർ കണ്ടിറങ്ങിയ ഓഡിയൻസ് എല്ലാം ഒരുപോലെ പറഞ്ഞത് സുഷിൻ പറഞ്ഞ പോലെ സീൻ മാറ്റിയിട്ടുണ്ടെന്നാണ്. സുഭാഷും കുട്ടേട്ടനും കൂടി ഗുണ കേവിൽ നിന്നും കയറ് പിടിച്ച് കയറിയത് ഓരോ മലയാളികളുടെയും ഹൃദയത്തിലേക്കായിരുന്നു. അപ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സ് ഇങ്ങനെയാണെങ്കിൽ ഒരു 50 കോടിയിലൊന്നും നിൽക്കുമെന്ന് തോന്നില്ല. ഫെസ്റ്റിവൽ സീസൺ അല്ല, ആളുകൾ വീടിന് വെളിയിൽ ഇറങ്ങാൻ പോലും മടിക്കുന്ന കാലാവസ്ഥ. എന്നിട്ടും ഹൗസ്ഫുൾ ഷോസാണ്. കണ്ടവർ തന്നെ പിന്നെയും കാണുന്നു. വീക്കെൻഡിൽ എക്സ്ട്രാ ഷോസ് 3-4 ഒക്കെ ആഡ് ചെയ്യും. അപ്പോൾ 2024 ഫെബ്രുവരി തുടങ്ങിയതേ ഉള്ളൂ. അതിനു മുന്നേ 3 ബ്ലോക്ക് ബസ്റ്ററുകൾ. ഇനിയും വലിയ സിനിമകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. പെട്ടിക്കട ഫുഡെന്ന് വിളിച്ച് പരിഹസിച്ചവർക്ക് അഭിമാനത്തോടെ പറയാം, ദിസ് ഈസ് മലയാള സിനിമ.